സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്ലീഡർ നിയമനമാണ് ഏറ്റവും ഒടുവിൽ KSU മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കത്തിലേക്കടക്കം എത്തിയിരിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ PK അബ്ദുറഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ലോയേഴ്സ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ ചില എതിർപ്പുകൾ ഉന്നയിച്ചിരുന്നതാണ്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു പരിഹാരമായോ? കാര്യങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരമായിട്ടില്ല. കാരണം ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. ഈ ജിയോണ ജെയിംസ് ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു അംഗമാണോ? അത് ഹൈക്കോടതി തന്ന ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ജിയോണ ജെയിംസ്. അതിൽ നമ്മൾ ഇടപെടൽ നടത്താത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതെല്ലാം ജില്ലകളിൽ നിന്ന് ലിസ്റ്റ് ഇങ്ങോട്ട് വരുന്നു ആ ലിസ്റ്റ് അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ മതി, സെലക്ഷനും ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളും തന്ന ലിസ്റ്റും ഹൈക്കോടതിയിൽ നിന്ന് അനൂപി നായർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്റ്റേറ്റ് അറ്റോർണി അദ്ദേഹം പ്രസിഡൻ്റ് ആയിരിക്കുന്ന കമ്മിറ്റി തന്ന ലിസ്റ്റ് അതുപോലെ തന്നെ ആ ഒപ്പും വെച്ച് ഫോർവേഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് പ്രത്യേകമായിട്ട് കർശന നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന ഈ കാൻഡിഡേറ്റിന് എന്താണ് കൂടുതൽ അതിന് പ്രയോറിറ്റി കൊടുക്കാനുള്ള കാരണം എന്നുള്ളത് ആര് ചോദിച്ചാലും അത് സംശയാസ്പദമാണ് എന്നുള്ള സംശയമില്ല. ജിയോണയുടെ കാര്യത്തിൽ ഇങ്ങനെ തർക്കം വന്നപ്പോൾ താങ്കൾ സംസ്ഥാന അധ്യക്ഷനാണല്ലോ, താങ്കൾ ഇതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയോ? ഞാൻ അന്വേഷണം നടത്തി. എന്താ ബോധ്യപ്പെട്ടത്? ആ സമയത്ത് സജീവ SFIക്കാരിയായിരുന്നു. അവരെങ്ങനെയാണ് ഒരുപാട് നാളത്തെ പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിൽ പിൽക്കാലത്ത് രാഷ്ട്രീയമായ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ചില മാറ്റങ്ങൾ വിധേയമാകാം. അതുകൊണ്ട് കാലമൊന്നും അവരെ സംബന്ധിച്ചിവിടെ ആയില്ല. കാരണം 2019 എൻറോൾമെൻറ്റാണ്. പക്ഷേ അവരുടെ ലിസ്റ്റിൽ കയറി കൂടിയതിൽ കൃത്യമായിട്ടും ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിനും അവരുടെ ചില കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. ഈ ജിയോണയുടെ ഒരു രാഷ്ട്രീയ മാറ്റം നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. രാഷ്ട്രീയ മാറ്റം നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് ഒരു എന്നുള്ളത് ഞാൻ ഉൾപ്പെടെ സംശയിക്കുന്നു. ഇങ്ങനെ ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡൻറ്റ് അനൂപി നായർ കൊടുത്ത ലിസ്റ്റിൽ കൂടി കടന്നു വന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണെന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വിശകലനത്തിന് പോകാൻ ഇനി ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞത് അദ്ദേഹമാണ് ഡീനാണ് ഈ ജിയോണയെ ശുപാർശ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അവർ 2022 മുതൽ സജീവമായി ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നുള്ളത് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞറിയണ്ടേ? അദ്ദേഹം മാത്രം പറഞ്ഞാൽ മതിയോ? കേവലം ഇത്ര ജൂനിയറായിട്ടൊരാൾ അത് കണ്ണൂരോ മറ്റൊക്കെ എടുക്കുന്നു, അദ്ദേഹം ഇടുക്കിയിൽ മത്സരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അവിടെ ഒരാൾക്ക് അദ്ദേഹത്തെ ഇത്രമാത്രം ഇൻട്രസ്റ്റ് എടുക്കാൻ ഇവിടെ കിടക്കുന്ന ആളെ കുറിച്ചിട്ട് എന്താണ് അതിൻ്റെ അകത്തുള്ള കാര്യം എന്നുള്ളതിനെക്കുറിച്ച് അത് അവസരം വരണ്ടേ? ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ പെടണം, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഏതെങ്കിലും ഫോർത്ത് പ്രവർത്തിച്ച് പോകുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ണൂരിൽ നിന്നുള്ള സംവിധാനത്തിൻ്റെ ഏതെങ്കിലും സംവിധാനം വരുന്ന ഒരാളാണ്. വെറുതെ അദ്ദേഹം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസം ആയിക്കൊണ്ടൊന്നുമില്ല. മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി പറഞ്ഞിരുന്നല്ലോ താങ്കൾ. ഇനി അടുത്ത് GP-മാരുടെ ആ നിയമനവുമായി തന്നെ ലിസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ലിസ്റ്റ് തന്നോ, അതിനകത്തൊന്നും ഒരു ഇടപെടലും നടത്തണ്ട, അതൊക്കെ സെലക്ഷൻ ഞങ്ങൾ ആയിക്കോളാമെന്ന് പറഞ്ഞു. ഒരു സെലക്ഷന് ചില മാനദണ്ഡങ്ങൾ സ്വീകരിക്കുമല്ലോ, അതിന് നടപടികൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ട് അറിവില്ല. അദ്ദേഹം ഉണ്ടായിട്ട് പറഞ്ഞൊന്നും അറിയില്ല. ഈ ലോയേഴ്സ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വിവാദങ്ങളൊക്കെ സംഘടന എന്ന നിലയിൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കോൺഗ്രസ് ഇതര UDF ഇതര ആളുകളിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ആകാത്തവരെ സംബന്ധിച്ചും മാറ്റി നിർത്തപ്പെട്ടവരെ സംബന്ധിച്ചും വളരെ വേദനയുള്ളൊരു കാര്യമാണ്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. വളരെ വിഷമമുണ്ടായ ഒരു കാര്യം, ഇനിയിപ്പോൾ KSU ആരാന്ന് ചോദിച്ചു, ലോയേഴ്സ് കോൺഗ്രസിൻ്റെ അടിയിൽ ഒപ്പിടാനാണെന്ന് ചോദിച്ചു. ഇനി കോൺഗ്രസ് ആരാണെന്ന് ചോദിക്കാനും കൂടിയുള്ള അവസരമാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ ഉണ്ടാകാനുള്ളൂ. അല്ലാതെ പിന്നെ ഇങ്ങനെ ഈ പാർട്ടി ഒരു സംവിധാനം ഉണ്ടല്ലോ, നിയമനങ്ങളുമായി ബന്ധപ്പെട്ടൊരു KSU ആരാണ്, ലോയേഴ്സ് കോൺഗ്രസ് ലിസ്റ്റിൽ ഒപ്പിടലാണോ ജോലി എന്ന് ചോദിച്ചാൽ ഇനി കോൺഗ്രസ് ആരാണെന്നുള്ള ചോദ്യം കൂടി ഇനി അവശേഷിക്കുന്നുള്ളൂ. ആ ചോദ്യം എപ്പോഴാണ് വന്നതെന്ന് മാത്രമേ ഇനി പ്രതീക്ഷിക്കുന്നുള്ളൂ. അതും ഭയപ്പെടുക. ഇവിടെ കോൺഗ്രസ് ആരാണ് എന്ന് ചോദിച്ചു പോകാൻ ഉള്ള ഒരു സാഹചര്യം അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വന്നു കഴിഞ്ഞു. കാരണം അത്യാവശ്യം KSU യൂത്ത് കോൺഗ്രസ്സൊക്കെ വരുന്ന സംവിധാനം, ആ സംവിധാനമാണ് ലോയേഴ്സ് കോൺഗ്രസ്സിലുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യമാണ് ഇനി ഒരു പക്ഷേ ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുക. ജോയ്സിയാറിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.